വീഡിയോ ഓൺ കോൾ സെന്ററിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കോൾ സെന്റർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ജനിതക വ്യതിയാനങ്ങളും കൗൺസിലിങ്ങും എന്നതാണ് വിഷയം. പലതരത്തിലുള്ള ജനിതക വ്യതിയാനങ്ങളോടെ ജീവിക്കുന്ന കുട്ടികളും മുതിർന്നവരും സമൂഹത്തിലുണ്ട്. ഹൃദയത്തിനുള്ള പ്രശ്നങ്ങൾ, കൈകാലുകളിലുള്ള തകരാറുകൾ, തുടർച്ചയായി ഗർഭം അലസിപ്പോവുക, കുഞ്ഞിന് പൊക്കം കുറവുണ്ടാകുക, ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ക്യാൻസർ വരിക എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ജനിതക വ്യതിയാനം മൂലം സംഭവിക്കാം. ഇത്തരം ജനിതക വ്യതിയാനങ്ങൾ മനസ്സിലാക്കുവാനും ഇത് ആവർത്തിക്കാതിരിക്കുവാനും ജനറ്റിക് കൗൺസിലിംഗ് വിധേയമാക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ജനറ്റിക് കൗൺസിലിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇത് വിശദമായി തന്നെ ചർച്ച ചെയ്യാൻ കോഴിക്കോട് ഇഖ്റ ഹോസ്പിറ്റലിലെ ജനറ്റിക് കൗൺസിലർ KN ഗോപിക നമ്മോടൊപ്പമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ മുതൽ തന്നെ വിളിച്ചു ചോദിക്കാം. ഗോപിക, കോൾ സെന്ററിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് ജനിതക വ്യതിയാനം? ജനിതക അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ജനിതക ഘടനയിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ വന്ന് അത് നമ്മളെ ശരീരത്തിനെ ഒരു രീതിയിലോ മറ്റൊരു രീതിയിലോ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു ജനിതക അവസ്ഥ എന്ന് പറയുന്നു. അപ്പോൾ അത്തരം നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വ്യതിയാനങ്ങൾ കണ്ടുപിടിക്കാൻ ആയിട്ടാണ് നമ്മൾ ഈ ജനറ്റിക് കൗൺസിലിങ്ങും അല്ലെങ്കിൽ അതിന് പിന്നീട് നമ്മൾ ചെയ്യുന്ന ജനറ്റിക് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാനുള്ളത് ആണ് നമ്മൾ ജനറ്റിക് കൗൺസിലിങ്ങിലൂടെ ചെയ്യുന്നത്. ഈ പലർക്കും ആശങ്കകൾ ഉള്ള ഒരു സമയം എന്ന് പറയുന്നത് ഈ ക്യാരിങ് ആയിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള കൗൺസിലിംഗ് ആണ് വേണ്ടത്? ക്യാരിങ് ആയിരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ശരിക്കുള്ള രീതിയിൽ ക്യാരി ചെയ്യുന്നതിന് മുമ്പേ തന്നെ ചില അവസ്ഥകൾക്കുള്ള കാരിയർ സ്ക്രീനിങ് എന്ന് പറയുന്ന കാരിയർ സ്ക്രീനിങ് അവൈലബിൾ ആണ്. ഏതൊരു കപ്പിള് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഏതൊരു കപ്പിളും ചെയ്യേണ്ടതായിട്ടുള്ള ചില കാരിയർ സ്ക്രീനിങ്ങുകളുണ്ട്. അതിന് വിധേയമാവുക എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. രണ്ടാമതായിട്ട് ക്യാരി ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 3 മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ്. അതിൽ ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഗൈനക്കോളജിസ്റ്റിൻ്റെ ഗൈഡൻസോടുകൂടി എല്ലാ രീതിയിലുള്ള റൂട്ടീനായിട്ടുള്ള അൾട്രാസൗണ്ട് സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. എങ്കിലും എല്ലാ ജനിതകാവസ്ഥകളും ഇതിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളതല്ല. റൂൾസ് പ്രകാരം അത് ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് പ്രിവെൻഷൻ സാധ്യമായിട്ടുണ്ട് ഇതുവരെ. ഈ തുടർച്ചയായിട്ടുള്ള ഗർഭം അലസിപ്പോകുക, അബോർഷൻ, അത് പലരെയും പേടിപ്പെടുത്തുന്ന ഒരവസ്ഥ. കാരണം വർഷങ്ങളായി കാത്തിരുന്നിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കിന് അബോർഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണൊന്ന് നേരിടാൻ കഴിയുക? നമ്മൾ എപ്പോഴും അതൊരു ജനിതക കാരണം മൂലമായിരിക്കില്ല. പക്ഷേ ആദ്യത്തെ 3 മാസത്തിൽ ഗർഭം അലസിപ്പോവുക, 2ൽ കൂടുതൽ വട്ടം ഗർഭം അലസിപ്പോവുക എന്നുള്ളത് ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ഒരു ജനറ്റിക് കൗൺസിലിങ്ങിന് വിധേയനാവേണ്ടതാണ്. കാരണം ചില സമയങ്ങളിൽ ഏതെങ്കിലും ഒരു പേരൻറ്റിൽ ഉണ്ടാവുന്ന ചെറിയ ക്രോമസോമൽ ചേഞ്ചസ് എന്നുള്ളത് പറയും. അത്തരം ചേഞ്ചസ് മൂലം നമുക്ക് ചിലപ്പോൾ ഇത്തരം ഗർഭം അലസിപ്പോവൽ, റിക്കറൻറ്റ് സ്പോണ്ടേനിയസ് അബോർഷൻസ് എന്നാണ് പറയുക, അതുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു പേരൻസിൽ ചെറിയൊരു ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് അതുണ്ടോ ഇല്ലേ എന്നുള്ളത് കൺഫേം ചെയ്യാം. അതില്ലെങ്കിലാണ് നമ്മൾ പിന്നീട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോവേണ്ടത്. ഈ ജനറ്റിക് കൗൺസിലിംഗ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അപ്പോൾ ജനറ്റിക് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു പ്രീ ടെസ്റ്റ് കൗൺസിലിങ്ങും പോസ്റ്റ് ടെസ്റ്റ് ജനറ്റിക് കൗൺസിലിങ്ങുമായിട്ട് നമുക്ക് 2 രീതിയിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ പ്രീ ടെസ്റ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊരു ജനറ്റിക് ടെസ്റ്റിന് വിധേയരാവുന്ന ഒരു ഫാമിലി തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ് ഒരു പ്രീ ടെസ്റ്റ് ജനറ്റിക് കൗൺസിലിംഗ്. കാരണം അതിലൂടെയാണ് നമ്മൾ കൃത്യമായിട്ട് ഒരു ടെസ്റ്റിലൂടെ നമുക്ക് എന്തൊക്കെ ഫലമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, എന്തൊക്കെ അതിൽ കിട്ടാൻ സാധിക്കും, എന്തൊക്കെ കിട്ടില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ കഴിയുക. അപ്പോൾ എപ്പോഴും ജനറ്റിക് കൗൺസിലിങ്ങിലൂടെ നമ്മൾ ഒരു ഫാമിലിയുടെ അടുത്ത് ഇന്ന ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിലുപരി ഇന്ന ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇതാണ് ഗുണങ്ങൾ, ഇതാണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു കൊടുത്ത് ആ ഫാമിലിനെ കൊണ്ട് നമ്മൾ ഡിസിഷൻ എടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പൂർണ്ണമായ രീതിയിൽ ഒരു ടെസ്റ്റിനെ പറ്റിയും അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയും മനസ്സിലാക്കിയാൽ മാത്രമേ ഏതൊരു ഫാമിലിക്കും അത് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുതന്നെയാണ് പ്രീ ടെസ്റ്റ് കൗൺസിലിങ്ങിൽ എപ്പോഴും പ്രീ ടെസ്റ്റ് ജനറ്റിക് കൗൺസിലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. ഇനി പോസ്റ്റ് ടെസ്റ്റ് കൗൺസിലിങ്ങിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ജനിതക ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടി, ഇന്ന ജീനിലെ ഒരു വ്യതിയാനം മൂലം ഇന്ന ജനിതക അവസ്ഥ ഉണ്ട് ആ ഒരു വ്യക്തിക്കോ ആ ഒരു കുട്ടിക്കോ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളതൊരു ലൈഫ് ലോങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് പലപ്പോഴും. അപ്പോൾ ആ ഒരു സമയത്ത് ആ കുട്ടിയുടെയോ വ്യക്തിയുടെയോ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിനെക്കാട്ടും ഉപരി ഏത് തരത്തിലുള്ള തെറാപ്പി കൊടുക്കാം,
ഇതേ വ്യതിയാനമുള്ള ലോകത്ത് ബാക്കിയുള്ള കുട്ടികൾ അവർ 10 വയസ്സിൽ എന്ത് ചെയ്യുന്നു, 15 വയസ്സിൽ എന്ത് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ആങ്സൈറ്റി. അപ്പം നമുക്ക് പലപ്പോഴും ലിറ്ററേച്ചർ വായിച്ച് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അത് തന്നെയാണ് പോസ്റ്റ് ടെസ്റ്റ് ജനറ്റിക് കൗൺസിലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഈ എത്ര തവണ കൗൺസിലിംഗ് വേണ്ടി വരും? ഇപ്പോൾ ഒരാൾക്ക് ശരാശരി പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എത്ര തവണയുള്ള കൗൺസിലിംഗ് സിറ്റിംഗ് അനിവാര്യമായി വേണ്ടി വരും? ശരിക്കുള്ള രീതിയിൽ അത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുക എന്തവസ്ഥയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് 2 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് നമ്മളൊരു ജനിതകാവസ്ഥ കണ്ടുപിടിച്ചത് എങ്കിൽ ആ കുട്ടിക്ക് എത്രണ്ടും ഫ്രീക്വൻ്റ് ആയിട്ട് ഓരോ രീതിയിലുള്ള സർവേലൻസ് വേണം. ചിലപ്പോൾ ഓരോ 6 മാസത്തിലും അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യേണ്ടി വരും വയറിൻ്റെ. ചിലപ്പോൾ അത് 1 കൊല്ലത്തിലായിരിക്കാം. അങ്ങനെ ചിലപ്പോൾ ഓരോ 3 മാസത്തിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ആ ജനിതക വ്യതിയാനം മൂലം ആ കുട്ടിക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, അത് എത്രയും പെട്ടെന്ന് മുമ്പേ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എപ്പോഴും അത് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഓരോ രീതിയിലുള്ള ഇവാലുവേഷൻസ് വേണം എന്നുള്ളത്. അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഫോളോ അപ്പ് പറയുക. ചില സമയങ്ങളിൽ വളരെ കുഞ്ഞു കുട്ടി 6 മാസത്തിലുള്ളൊരു കുട്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ പറയും ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ ഒന്നുകൂടെ വരൂ, നമുക്കൊന്നും കൂടി നോക്കാം എന്നുള്ളത്. ചില സമയങ്ങളിൽ നമ്മൾ പറയും നിങ്ങൾ 6 മാസത്തിൽ ഒരിക്കൽ വന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും ഒരു റിട്ടേൺ ഒരു ഫോർമാറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. നമ്മൾ ഒരു ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും വെച്ച് എത്രണ്ടും സപ്പോർട്ട് അവർക്ക് വേണം എന്നുള്ളത് നമ്മൾ ആണ് ഡിസൈഡ് ചെയ്യുന്നത് പല സമയത്തും. ഈ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി DNA പാരമ്പര്യമായി ഒരു പക്ഷേ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. അതെ, അപ്പോൾ ജനിതക അവസ്ഥ എന്ന് പറയുമ്പോൾ പലർക്കും ഉള്ളൊരു മിഥ്യാധാരണയാണ് എപ്പോഴും പാരമ്പര്യമായിട്ടാണ് ജനിതകാവസ്ഥകൾ വരുന്നത്. അല്ല, കാരണം ഇനി പാരമ്പര്യമായിട്ടാണെങ്കിൽ തന്നെ അതിനൊരു തുടക്കം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു രീതിയിലുള്ള ജനിതക വ്യതിയാനങ്ങളും പേരൻസിൽ ഇല്ലെങ്കിൽ പോലും കുട്ടിയിൽ ആദ്യമായിട്ട് തുടങ്ങാവുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ട്. അപ്പോൾ എപ്പോഴും എല്ലാ ജനിതകാവസ്ഥകളും പാരമ്പര്യമല്ല, പാരമ്പര്യമായിട്ട് വരാവുന്നതും ഉണ്ട്. ഈ പാരമ്പര്യമായിട്ട് വരാവുന്നുണ്ടെന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ ക്യാൻസർ അടക്കം വരുന്ന ഒരു സാഹചര്യം ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, അപ്പോൾ അതൊരു ജനിതക മാറ്റത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നതാണോ ഇങ്ങനെ വരുന്നത്? കാരണം എൻ്റെ മുത്തച്ഛന് ക്യാൻസർ ഉണ്ടായിരുന്നപ്പോൾ എനിക്കും ക്യാൻസർ വന്നു. അങ്ങനെ കുറേ മിഥ്യാധാരണകൾ സമൂഹത്തിൻ്റെ ഇടയിൽ പരക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വന്നത്. അപ്പോൾ ക്യാൻസർ, ഹെറിഡിറ്ററി ക്യാൻസർ സിൻഡ്രോംസ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി തന്നെ ഉണ്ട്. വെച്ചാൽ പാരമ്പര്യമായിട്ട് ലഭിക്കുന്ന ക്യാൻസർ. അപ്പോൾ അതൊരു അത്തരം ക്യാൻസറുകളാണെങ്കിൽ അത് തീർച്ചയായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് നമ്മൾ എങ്ങനെ തീരുമാനിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് തീരുമാനിക്കണമെങ്കിൽ ഏത് അവയവത്തിലാണ് ക്യാൻസർ വന്നത്, എത്ര പ്രായത്തിലാണ് വന്നത്, ഒന്നിൽ കൂടുതൽ അവയവങ്ങൾക്ക് വന്നിട്ടുണ്ടോ, ഒരവയവത്തിൽ വന്നത് പിന്നെയും അത് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും വരുന്നുണ്ടോ, അങ്ങനെയുള്ള പല നമ്മൾ അതിൻ്റേതായ ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഉണ്ട്. അത് നോക്കിയതിന് ശേഷമാണ് ആ ഒരു വ്യക്തി ആർക്കാണ് അതിൽ ആ ഒരു ഫാമിലിയിൽ അത് സ്റ്റാർട്ട് ചെയ്തത്, ആ ഒരു വ്യക്തിയെ ജനറ്റിക് ടെസ്റ്റിന് വിധേയനാക്കണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നു. ഗോപിക, ഒരു നിമിഷം നമുക്കൊരു കോളർ ഉണ്ട്. ഹരി കൂത്താട്ടുകുളത്ത് നിന്ന് ശരിയാണ്. ഹരി, എന്താണ് സംശയം? ഗോപിയോട് ചോദിക്കാം. ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. അതായത് ഫിക്സ് ഉണ്ട്. അപ്പൊ ായിട്ട് ആണെന്ന് വെച്ചാൽ അതൊക്കെ കാരണന്മാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് അപസ്മാരം അത് തന്നെ എപ്പിലെപ്സി. അപ്പൊ ഉറക്കം നിന്നിട്ട് പേടിച്ചിട്ട് ഉറക്കം ഇല്ലാണ്ട് കുറച്ച് അവസ്ഥ വന്നു. അപ്പൊ അതെങ്ങനെയാണ് അത് കഴിഞ്ഞ ഉണ്ട്. അപ്പൊ കുട്ടിക്ക് ഈ ഉറങ്ങാനുള്ളത്, അതുപോലെ പഠനം, ഓർമ്മ കുറവ്, അങ്ങനെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അതിന് കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കണോ? കുട്ടിക്ക് ഇപ്പൊ എത്രയാണ് പ്രായം? പ്രായം 8 വയസ്സ്. 8 വയസ്സ്. ഇപ്പൊ സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ? സ്കൂളിൽ പോകുന്നുണ്ട്. അത് അപ്പൊ പഠിക്കുന്നത് ഓർമ്മിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഉള്ളത്. ചില പ്രത്യേക കാര്യങ്ങൾ, ഇപ്പൊ സ്പെല്ലിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ അത് ഓർത്തിരിക്കാൻ 2 ദിവസം കഴിഞ്ഞാൽ മറന്നുപോകും. ഓക്കെ. പിന്നെ അതിന്റെ കൂടെ തന്നെ അപസ്മാരം ഉണ്ട് ഫാമിലിയിൽ ഒരുപാട് പേർക്ക്. ഇപ്പം ട്രീറ്റ്മെന്റ് ഉണ്ട്.
അപ്പോൾ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് ആവശ്യമുണ്ടോ, മാറുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഈ അപസ്മാരത്തിന് നമ്മൾ ഒരു ന്യൂറോളജിസ്റ്റിനെ, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെയാണ് ആദ്യമായിട്ട് കാണേണ്ടത്. അതിന് കൃത്യമായ മരുന്ന് എടുക്കുന്നില്ലേ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. മരുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ജനറ്റിക് കൗൺസിലിങ്ങിന് വിധേയനാകണോ എന്നുള്ള ചോദ്യത്തിന് അത് ജനിതകമാവാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ അത് നമ്മൾക്ക് എപ്പോഴും കുട്ടീനെ കണ്ടിട്ട് കുട്ടി കാണിക്കുന്ന ലക്ഷണങ്ങൾ നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം അപസ്മാരം ഉണ്ട് എന്നുള്ളത്, രണ്ടാമത്തത് ഓർമ്മക്കുറവ്, ഓർമ്മിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റെ കൂടെ ആക്റ്റീവാണ്, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആക്റ്റീവാണ്, ചില സ്പെല്ലിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്ന വേറെ എന്തെങ്കിലും ഏതെങ്കിലും അവയവം സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ പടിയായിട്ട് നമ്മൾ. കാര്യം കൂടെ പറയട്ടെ, വെബ്ഡിനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ചെക്ക് ചെയ്തു, ക്രോമസോം ചെക്ക് ഒക്കെ ചെയ്തു. ആൾക്ക് നിലവില് തടസ്സമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞേക്കണേ. ക്രോമസോമിന്റെ ടെസ്റ്റാണ് ചെയ്തത്, കാരിയോടൈപ്പ് എന്ന് പറഞ്ഞ ടെസ്റ്റാണ് ചെയ്തത്. ഫിഷ് ആണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ അതൊരു പ്രൈമറി ടെസ്റ്റാണ്. നമ്മൾ ജനറ്റിക് ടെസ്റ്റ് തന്നെ പല തരത്തിലുണ്ട്. അതിൽ ഒരു ടെസ്റ്റാണ് ഈ ഫിഷ് കാരിയോടൈപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് ടെസ്റ്റിലേക്ക് പോകണോ എന്നുള്ള ചോദ്യത്തിന് ശരിക്കും പറഞ്ഞാൽ അതൊരു ക്ലിനിഷ്യൻ കാണണം കുട്ടീനെ. ആദ്യപടിയായിട്ട് നിങ്ങൾക്കൊരു പീഡിയാട്രീഷ്യനോ ആ പീഡിയാട്രിക് ന്യൂറോളജി, കുട്ടി ആരുടെ മരുന്നാണ് കഴിക്കുന്നത്, അവരുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ടൊരു ഹിസ്റ്ററിയും ഇവാലുവേഷനും ചെയ്തതിന് ശേഷം അത് ജനിതകമാവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള അവർക്ക് തോന്നൽ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ജനറ്റിക് കൗൺസിലിംഗ് സീക്ക് ചെയ്യണം, ജനറ്റിക് കൗൺസിലിങ്ങിലേക്ക് വരണം. കൂത്താട്ടുകുളത്ത് നിന്ന് ഹരിയാണ് വിളിച്ചത്. ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപസ്മാരം വരുന്ന ആളുകൾക്ക് അവർക്ക് ഈ കൗൺസിലിങ്ങിനുള്ള പ്രാധാന്യം എത്രത്തോളം? അപ്പോൾ അപസ്മാരം എന്നുള്ളത് പല കാരണങ്ങളെ കൊണ്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഏതൊരു അവസ്ഥയായാലും നമ്മൾ ആദ്യം നോൺ ജനറ്റിക് കോസസ് റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. കാരണം ഒരു നോൺ ജനറ്റിക് കോസ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ജനറ്റിക് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ ജനറ്റിക് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യത്തിന് നമ്മളൊരു ഫാമിലീനെ വിധേയരാക്കുക എന്നുള്ളത് ശരിയായ ഒരു കാര്യമല്ല. അപ്പോൾ എപ്പോഴും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പീഡിയാട്രിക് ന്യൂറോളജി കൺസൾട്ടേഷൻ അവരെടുക്കുന്നുണ്ടെങ്കിൽ ആ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിന് ഒരു പക്ഷേ അത് ജനിതകമാവാനുള്ള കാരണമുണ്ടോ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ജനിച്ച സമയത്ത് എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ കുട്ടി കരങ്ങിയിട്ടുണ്ടാവില്ല, ബ്ലഡ് സർക്കുലേഷൻ, ഓക്സിജൻ സപ്ലൈ ഒക്കെ കുറഞ്ഞിട്ടുള്ള കാരണങ്ങളെ കൊണ്ട് ഇതുപോലെ അപസ്മാരം കാര്യങ്ങൾ വരാം. അപ്പോൾ എപ്പോഴും നോൺ ജനറ്റിക് കോസസ് റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം ആ ഒരു പ്രൈമറി ക്ലിനിഷ്യന് തോന്നുകയാണ് ഇത് ജനിതകമാവാൻ ഇനിയും ജനിതകമാവാൻ തന്നെയാണ് കാരണം എന്ന് തോന്നുമ്പോഴാണ് അവരെ ജനറ്റിക് കൗൺസിലിങ്ങിന് വിധേയരാക്കേണ്ടത്. അപ്പോൾ അപസ്മാരം ജനിതകമായിട്ടുള്ളതാണെങ്കിൽ ചില സമയങ്ങളിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മളൊന്ന് മാറ്റം വരുത്തിയാൽ ചില സമയങ്ങളിൽ അതിലൊരു വ്യത്യാസം കാണാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇത്ര നേരം കുട്ടികളുടെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് മുതിർന്നവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരിൽ ഏത് തരത്തിലാണ് ഈ ഒരു മാറ്റത്തെ നമുക്ക് കാണാൻ കഴിയുക? ഇപ്പോൾ പലർക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, കാലുകൾക്ക് ഒരു ഇങ്ങനെ രോഗം വരുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു വ്യതിയാനങ്ങൾ മുതിർന്നവരിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ മുതിർന്നവരുടെ കാര്യത്തിൽ എങ്ങനെയാണ്? മുതിർന്നവരുടെ കാര്യത്തിൽ വരുമ്പോഴും അത് പല തരത്തിലുള്ള ലക്ഷണങ്ങളായിട്ട് വരാം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഏതൊരു റെഫറൽ കിട്ടുന്നത് നമ്മൾക്ക് ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണോ, അതിപ്പോൾ കിഡ്നി സംബന്ധമായിട്ടാണെങ്കിൽ നമ്മളൊരു ഫാമിലിയിൽ ഒരുപാട് പേർക്ക് കിഡ്നി സംബന്ധമായ അവസ്ഥ കാണും. അപ്പോഴാണ് നമുക്ക് ഇത് ജനിതകമാവാം എന്നുള്ള തോന്നൽ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വിറയൽ പോലെയുള്ള അസുഖങ്ങൾ അങ്ങനെ ഒരു ഫാമിലിയിൽ ഒരുപാട് പേർക്ക് വരിക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു മുതിർന്ന ആളിനെ നോക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് കൂടുതൽ അത് ഫാമിലി ഹിസ്റ്ററിയിലാണ് നമ്മൾ കുറച്ചും കൂടി അധികവും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒന്നിൽ കൂടുതൽ മെമ്പേഴ്സിന് ഇത്തരത്തിലുള്ള ഒരേ തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യത കൂടുതൽ. അതുപോലെ തന്നെയാണ് ക്യാൻസറിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ക്യാൻസറിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. നമുക്കിതിനെ ഒരു രോഗം എന്നൊരിക്കലും വിശേഷിപ്പിക്കാൻ കഴിയില്ലല്ലോ. രോഗം എന്നല്ല, അതൊരവസ്ഥ, ജനിതക അവസ്ഥ എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലാ ജനിതക അവസ്ഥകളും ഒരു സിവിയർ ആണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അല്ല. കാരണം വളരെ സിവിയറിറ്റി കുറഞ്ഞ ജനിതക അവസ്ഥകളും ഉണ്ട്.
അപ്പോൾ ചില സമയത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ചെയ്താൽ പോലും, അല്ലെങ്കിൽ ചെറിയൊരു ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് ബയോട്ടിനിഡേസ് ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷനുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ന്യൂ ബോൺ സ്ക്രീനിങ്ങിൽ നമ്മൾ ന്യൂ ബോൺ സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ട് ജനിച്ച കുട്ടിയിൽ നമ്മളൊരു ടെസ്റ്റ് ചെയ്യും. ന്യൂ ബോൺ സ്ക്രീനിങ്ങിലൂടെ ഈ ബയോട്ടിനിഡേസ് ഡെഫിഷ്യൻസി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ അന്ന് തന്നെ നമുക്ക് ഈ കുട്ടിക്ക് ബയോട്ടിൻ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ആ കുട്ടിക്ക് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതേസമയം ആ ട്രീറ്റ്മെൻറ്റ് വൈകിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ഡിലേ, ഹിയറിംഗ് ലോസ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഏർലി ഡിറ്റക്ഷൻ എന്നുള്ളതിന് എപ്പോഴും നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത്. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ്. അപ്പോൾ ഈ ആ അവസ്ഥയിൽ നിന്ന് മരുന്ന് കഴിച്ചുകൊണ്ടുള്ള ഒരു മാറ്റം സാധ്യമാകുമോ? എല്ലാ അവസ്ഥകളിലും സാധ്യമല്ല. ഇപ്പോൾ നമ്മൾ ജനിതകാവസ്ഥകളെല്ലാം കൂടി എടുത്തു നോക്കിയാൽ 95% ജനിതകാവസ്ഥകൾക്കും ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ അല്ല. ട്രീറ്റ്മെൻറ്റ് ഉള്ള അവസ്ഥകളാണെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. കാരണം ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും എത്രയാണ് അതിൻ്റെ എക്സ്പെൻസ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെയോ കാര്യങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ പല കുട്ടികൾക്കും ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെയും ഇപ്പോൾ നേരത്തെ പറഞ്ഞ അവസ്ഥ പോലെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ, ചെറിയ രീതിയിൽ നമുക്ക് ചെയ്തിട്ട് മാറ്റം വരുത്താൻ പറ്റുന്നതും ഉണ്ട്. പക്ഷേ ട്രീറ്റബിൾ ആണോ റിവേഴ്സിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ജനിതക വ്യതിയാനം വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യതിയാനത്തിനെ റിവേഴ്സ് ചെയ്യാൻ ഇപ്പോൾ ജീൻ തെറാപ്പി എന്നുള്ള ഒരു ഒറ്റ മെത്തേഡേ നമുക്കുള്ളൂ. അത് ഒരുപാട് എക്സ്പെൻസീവുമാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ. നമുക്ക് ഒട്ടനവധി കോളേഴ്സ് വെയിറ്റിംഗ് ആണ്. ഒരു കോൾ സെൻറ്റർ തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഗോപിക, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ അവസ്ഥയെപ്പറ്റി പലർക്കും പേടി ഉണ്ടാകുന്ന ഒരു കാരണം, അതായത് വിദ്യാസമ്പന്നതയിൽ കേരളം ഒന്നാമതാണെങ്കിലും നമ്മൾക്കുണ്ടാകുന്ന അസ്വസ്ഥത അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന അസ്വസ്ഥതയെ പരസ്യമായ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചോദിക്കുക അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഭയക്കുന്ന ഒരു സമൂഹവും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് ഒരു പേടിപ്പിടിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഒരു കൗൺസിലിംഗ് നൽകണമെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത്? ഇപ്പോൾ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ആളുകൾ കാണും. അവരെടുക്കേണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മളുടെ ഈ ജനറ്റിക് കൗൺസിലിംഗ് എന്നുള്ളൊരു ഫീൽഡിൽ നമുക്ക് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ശരിക്കുള്ള രീതിയിൽ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ഇവാലുവേഷൻ തന്നെ കുട്ടിയോ അല്ലെങ്കിൽ ആ വ്യക്തിയെയോ കണ്ട് അവരുടെ എല്ലാ ഡീറ്റെയിൽസും, ഫാമിലി ഹിസ്റ്ററി, എല്ലാ ഡീറ്റെയിൽസും എടുത്തതിന് ശേഷമാണ് നമ്മൾ എന്തായിരിക്കാം എന്നുള്ളൊരു ഡയഗ്നോസിസിലേക്ക് എത്തുന്നത്. ആ ഒരു ഡയഗ്നോസിസിൽ എത്തിയാൽ മാത്രമേ നമ്മൾ എന്ത് ടെസ്റ്റ് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ കഴിയുള്ളൂ. ആ ടെസ്റ്റ് കൊടുത്തതിന് ശേഷമേ ഫാമിലിക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ എന്നുള്ളത് ഒരു പോസിബിലിറ്റി അല്ല. പക്ഷെ പല സമയങ്ങളിലും ഇപ്പോൾ ഒരു പ്രൈമറി ക്ലിനിഷ്യൻ, ഇപ്പോൾ ഒരു അധികവും നമ്മളിപ്പോൾ പീഡിയാട്രീഷ്യനെ കണ്ടു, പീഡിയാട്രീഷ്യൻ പറയുകയാണ് നിങ്ങളൊരു ജനറ്റിക് കൺസൾട്ടേഷൻ എടുക്കണം എന്ന് പറയുന്ന സമയത്ത് ഒരു പകുതി പേരും നമ്മളെ അടുത്തേക്ക് എത്താറില്ല. ആ എത്താത്തതിൻ്റെ കാരണം ഒന്ന് പേടിയാണ് മെയിൻലി. അതിനോടുള്ള പലതരത്തിലുള്ള പേടി, സമൂഹം എങ്ങനെ അംഗീകരിക്കുമോ എന്നുള്ള കാര്യങ്ങളിലുള്ള പോലെ പേടിയാണ്. അപ്പോൾ ആ പേടി മാറ്റണമെങ്കിൽ തീർച്ചയായും അത്രയും മുമ്പേ തൊട്ടേ അതിനുള്ളൊരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. അത് പല രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു പേടിയെ മാറ്റാൻ കഴിയുള്ളൂ. കാരണം പേടിച്ചിട്ട് നമുക്ക് കാര്യമില്ല എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും അതാണ് സത്യം. കാരണം ഒരു ക്ലിനിഷ്യൻ നമ്മളെ അടുത്തേക്ക് റെഫർ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും നമ്മൾ കണ്ടതിന് ശേഷമല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്താണെന്നുള്ളത്. അപ്പോൾ അതാണ് വാസ്തവം. ഈ ഓട്ടിസവും ജനിതക മാറ്റവും തമ്മിൽ ബന്ധമുണ്ടോ? അതെ. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുട്ടികളിൽ നമ്മൾ കാണുന്ന പല പല രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഓട്ടിസം ഒരു ഫീച്ചർ തന്നെയാണ്. എന്ന് വെച്ചാൽ ബിഹേവിയറൽ അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ്, ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ള രീതിയിലൊക്കെ വരുന്ന കാറ്റഗറിയിൽ വരുമ്പോൾ ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പ്രകാരം ഏകദേശം 30% ഓട്ടിസത്തിനും ഒരു ജനിതക ജനറ്റിക് ഇറ്റിയോളജി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാക്കി 70% നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. ബാക്കി 70% ഓട്ടിസം എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് ഉത്തരമില്ല. പക്ഷെ ഒരു 30% കേസുകളിൽ അത് നമുക്ക് അറിയാം ഇന്ന കാരണങ്ങളെ കൊണ്ടാണ്. അപ്പോൾ പലപ്പോഴും ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സായിട്ട് വരുന്ന ഒരു കുട്ടിക്ക് നമ്മൾ ഫാമിലി വില്ലിങ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാറുണ്ട്.
ഈ പലപ്പോഴും യുവതി യുവാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് കുറേ സംശയങ്ങളുണ്ടാവും. ഏത് തരത്തിൽ കൗൺസിലിംഗ്, പ്രത്യേകിച്ച് ജനിതക മാറ്റമടക്കമുള്ള കൗൺസിലിംഗ് പലപ്പോഴും എടുക്കേണ്ട ഒരു കാലഘട്ടം ഉള്ള ആ സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിനു മുൻപ് ഏതൊക്കെ തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് ശരിക്കും നമുക്ക് വേണ്ടത്? അപ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നത് പോലെ ഞാൻ നേരത്തെ ചെറുതായിട്ട് സൂചിപ്പിച്ചു, കാരിയർ സ്ക്രീനിങ് എന്ന് പറഞ്ഞൊരു ഗൈഡ് ലൈൻസ് ആണ് നമുക്കത്. ആ ഗൈഡ് ലൈൻസ് പ്രകാരം കാരിയർ സ്ക്രീനിങ് ചെയ്യണം. അപ്പോൾ SMA എല്ലാവർക്കും അറിയുന്ന ഒരു കണ്ടീഷനാണ് സ്പൈനൽ മസ്കുലർ എട്രോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജനിതകാവസ്ഥ. SMA എന്ന് പറഞ്ഞ അവസ്ഥയ്ക്കും ബീറ്റ തലസീമിയ എന്ന് പറഞ്ഞ ഈ രണ്ട് അവസ്ഥയ്ക്കുമുള്ള കാരിയർ സ്ക്രീനിങ് പേരൻസ് ചെയ്ത് വെക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അതിന് കാരിയർ സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ പേരൻസ് ആ ഒരു അവസ്ഥയ്ക്ക് വാഹകരാണോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കി രണ്ട് പേരൻസും വാഹകരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിൽ അതുണ്ടാവാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അവസ്ഥകൾ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം ഇതാണ്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന അവസ്ഥകൾക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള അതിന് വേണ്ടിയിട്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഗൈഡ് ലൈൻസ് പതുക്കെ ഓരോന്നായി പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഗൈഡ് ലൈൻസ് പ്രകാരം കാരിയർ സ്ക്രീനിങ്ങിലേക്ക് പോവുക. അപ്പോൾ SMA ബീറ്റ തലസിമയാണ് ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അത് രണ്ടും ചെയ്യുക എന്നുള്ളതാണ് പ്രഗ്നൻസീൻ്റെ മുമ്പേ. പ്രഗ്നൻസി സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗൈനക്കോളജിസ്റ്റ് പറയുന്നത് പോലെ എല്ലാ രീതിയിലുള്ള സ്കാനിങ്ങും റൂട്ടീനായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുക. ചില കണ്ടീഷൻസ് മുമ്പേ തന്നെ പിക്കപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ അൾട്രാസൗണ്ടിലൂടെ സാധിക്കുന്നതാണ്. അതൊക്കെ ഗൈനക്കോളജിസ്റ്റിൻ്റെ ഗൈഡൻസ് പ്രകാരം ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മൾ കാണുകയാണ് എന്ന് വിചാരിക്കുക. അത്തരം കേസുകളിലാണ് അവിടെ ജനറ്റിക് കൗൺസിലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം ഒരു വ്യതിയാനം കണ്ടു, ഈ ഒരു വ്യത്യാസത്തിന് കാരണം എന്താ, ജനറ്റിക് ആവാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതായിരിക്കും ചോദ്യം. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ എത്രണ്ടും ശതമാനം അത് ജനറ്റിക് ആവാൻ സാധ്യതയുണ്ട്, ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് പ്രഗ്നൻസിയിൽ കണ്ടുപിടിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ എത്രണ്ടും അതിൻ്റെ സിവിയറിറ്റി ഉണ്ടാവും, എങ്ങനെ നിങ്ങൾ മുമ്പിലേക്ക് പോകണം എന്നുള്ളത് ചെറിയ രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പം തന്നെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടി, അവൻ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ നന്നായി പഠിക്കുന്ന ഒരു ഉദാഹരണമാണ്. പെട്ടെന്ന് അവൻ 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവന് പഠന വൈകല്യം ഉണ്ടാകുന്നു. അതായത് അവനൊന്നും പഠിച്ചിട്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ, അതിനെ ജനിതക മാറ്റം എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ജനിതക മാറ്റം എന്ന് പറയണമെങ്കിൽ നമ്മൾക്ക് ഏതൊരു വ്യക്തിയിലും ഒരു ജനിതക മാറ്റം ഉണ്ട് എന്ന് നമ്മൾ തീർച്ചയായും പറയണമെങ്കിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കഴിയുള്ളൂ. അതിൻ്റെ മുമ്പേ ഒരു തരത്തിലും നമുക്കത് ജനിതകമാണ് എന്നുള്ളത് പറയാൻ പറ്റില്ല, ആവാം എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ 8ാം ക്ലാസ് വരെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് പിന്നിലേക്ക് പോവാൻ പല കാരണങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നോൺ ജനറ്റിക് കോസസ് ആണ് ഈ കാര്യത്തിൽ ഏറ്റവും ആദ്യം നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത്. എല്ലാ നോൺ ജനറ്റിക് കോസസ് റൂൾ ഔട്ട് ചെയ്ത് ആ കുട്ടിയുടെ സാഹചര്യം എല്ലാം ഓക്കെയാണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് ആണെങ്കിൽ ഒരു പ്രൈമറി ക്ലിനിഷ്യൻ അവരെ നോക്കേണ്ടതാണ്. ക്ലിയറായിട്ട് നോക്കിയതിന് ശേഷം ഇത് അത്തരത്തിൽ വരാവുന്ന ഒരു ഏജ്, ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ജനിതകാവസ്ഥ എപ്പോഴും കുഞ്ഞിലെ മാത്രമല്ല കാണുന്നത്, ഓരോ ഏത് പ്രായത്തിലും വരാവുന്നതാണ്. ഓരോ അവസ്ഥകൾക്കനുസരിച്ച് ഡിസീസ് ഓൺസെറ്റ് എന്ന് പറയും. ഓൺസെറ്റ് ഓരോ അവസ്ഥകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് കാണുന്ന ഒരു പ്രേക്ഷകർക്ക് അവർ സ്വയം ചിന്തിച്ച് കാണും, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ചിന്തിക്കുമായിരിക്കും എനിക്കിതൊന്നും വരികയില്ലല്ലോ എന്ന്. അപ്പോൾ അതൊരു മിഥ്യാധാരണ മാത്രമാണല്ലേ? അതെ. അപ്പം അതൊരിക്കലും നമ്മുടെ കയ്യിലുള്ളതല്ല. കാരണം ജനിതകാവസ്ഥ പ്രഗ്നൻസിയിൽ കാണാൻ തുടങ്ങാം, ജനിച്ച ഉടനെ കാണാൻ തുടങ്ങാം, പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ കാണാൻ തുടങ്ങാം, 18 വയസ്സിന് ശേഷം കാണാൻ തുടങ്ങാം, 60 വയസ്സിലും കാണാം. കാരണം ഇപ്പോൾ ക്യാൻസർ ആയാലും അതൊരു ഹെറിഡിറ്ററി ക്യാൻസർ ആണെങ്കിലും ചിലപ്പോൾ ക്യാൻസർ വരുന്നത് 50 വയസ്സിലായിരിക്കില്ലേ. ആ ജനിതക വ്യതിയാനം അപ്പോഴാണ് വന്നതെന്നുള്ളത് പറയുന്നത് തെറ്റാണ്. അത് ജനറ്റിക് ആണെങ്കിൽ ആ വ്യതിയാനം കുഞ്ഞിലെ മുതലുണ്ട്, പക്ഷെ അതിൻ്റെ ഓൺസെറ്റ് പുറത്തേക്ക് സിംറ്റമായി വരുന്നത് ആ ഒരു ഏജിലാണെന്നർത്ഥം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ജനിതകാവസ്ഥ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിൽ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ 60ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 50ാമത്തെ വയസ്സിൽ 30ാമത്തെ വയസ്സിൽ 26ാമത്തെ വയസ്സിൽ ഒരാൾക്ക് ജനിതക മാറ്റം ഉണ്ടാകുമ്പോൾ അവർക്ക് ഏത് രീതിയിലുള്ള ചികിത്സകളായിരിക്കും നൽകുക? അവർക്കൊരു കൗൺസിലിംഗ് കൊണ്ട് അത് മാറ്റാൻ കഴിയുമോ? ഇല്ല, ജനിതകം മാറ്റം 26 വയസ്സിൽ വന്നു എന്നുള്ളതല്ല. ജനിതക മാറ്റം എപ്പോഴും ഉണ്ട്.
കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ജനിതക മാറ്റമുണ്ട്. കാരണം ഈ മാറ്റങ്ങളൊക്കെ അതിന് മുമ്പേ ഉണ്ടാവുന്നതാണ്. മാറ്റം കൊണ്ട് വരുന്ന ലക്ഷണങ്ങൾ അത് ഏത് പ്രായത്തിലും വരാം. അപ്പോൾ ലക്ഷണങ്ങൾക്കനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ക്യാൻസർ ആണെങ്കിൽ ആ ഒരു ഓർഗൻ റിമൂവ് ചെയ്താൽ ചിലപ്പോൾ അവർക്ക് പിന്നെ കംപ്ലീറ്റ്ലി ക്യാൻസർ ഫ്രീ ആയിട്ടുള്ളൊരു ലൈഫ് ആയിട്ട് മുമ്പിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, നമ്മുടെ സമയപരിധി അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് ഇടപെടുകയാണ്. ഇന്ന് ഇത്രയും നേരം കോൾ സെൻറ്ററിൽ നമുക്കൊപ്പം സംസാരിച്ചത് ഇക്ര ഹോസ്പിറ്റലിലെ ഗോപികയാണ്, ജനറൽ കൗൺസിലറായ ഗോപികയാണ്. കോൾ സെൻറ്റർ ഇവിടെ പൂർണ്ണമാക്കുകയാണ്.